പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായ മമതാ ബാനർജിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ബംഗാളിലെ ടിഎംസി ഭരണകാലം അഴിമതിയും ഭയവും നുഴഞ്ഞുകയറ്റവും നിറഞ്ഞതാണെന്നും ഇത് സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. കൊൽക്കത്തയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയൽരാജ്യമായ ബംഗ്ലാദേശുമായുള്ള അതിർത്തിയിൽ അതിർത്തിവേലി സ്ഥാപിക്കാൻ അവരുടെ സർക്കാർ ഭൂമി അനുവദിക്കില്ല എന്നും ഇത് സംസ്ഥാനത്തിന്റെ കിഴക്കൻ അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിന് വഴിയൊരുക്കുന്നു എന്നുമായിരുന്നു ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. എന്നാൽ ഷായുടെ ആരോപണങ്ങളിൽ നിന്ന് മാറി ബിജെപിയെ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരാൻ ആളുകൾ അനുവദിക്കില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മമത ഇതിനെതിരെ തിരിച്ചടിച്ചു. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അത് അതീവ നിർണായകമായ കാലഘട്ടമാണെന്നാണ് അമിത് ഷാ പറഞ്ഞത്. ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രാധാന്യം തുടരുകയും ചെയ്യും. കഴിഞ്ഞ 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിൽ ബംഗാൾ കണ്ടത് ഭയവും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്. നുഴഞ്ഞുകയറ്റം ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏപ്രിലിൽ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഭയം, അഴിമതി, കെടുകാര്യസ്ഥത, നുഴഞ്ഞുകയറ്റം എന്നിവയ്ക്ക് പകരമായി വികസനവും പൈതൃകവും ദരിദ്രരുടെ ക്ഷേമവും മുൻനിർത്തിയുള്ള ശക്തമായ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ബംഗാളിലെ ജനങ്ങളുടെ ദൃഢനിശ്ചയം വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 ഏപ്രിൽ 15 ശേഷം ബംഗാളിൽ ബിജെപി സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ ബംഗാളിന്റെ അഭിമാനം, ബംഗാളിന്റെ സംസ്കാരം, അതിന്റെ നവോത്ഥാനം എന്നിവ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും സ്വാമി വിവേകാനന്ദൻ, ബങ്കിം ബാബു, ഗുരുദേവ് ടാഗോർ, ശ്യാമപ്രസാദ് മുഖർജി എന്നിവരുടെ സ്വപ്നത്തിലെ ഒരു ബംഗാൾ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച കേന്ദ്രമന്ത്രി മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിലെ വികസനം സൃഷ്ടിച്ചതായും ആരോപിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച എല്ലാ ജനക്ഷേമ പദ്ധതികളിലും ബംഗാളിലെ ടോൾ സിൻഡിക്കേറ്റുകളുടെ ഇരകളായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നത് തടയുന്നതിനുള്ള അഴിമതി ശൃംഖലയാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ വിലക്കയറ്റത്തെക്കുറിച്ചും അമിത് ഷാ വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ഇവിടുത്തെ സാമ്പത്തിക സുരക്ഷിതത്വം രാജ്യത്തിന് പ്രധാനമാണ്. എന്നാൽ ടിഎംസി സർക്കാർ വികസനത്തെക്കാൾ അഴിമതിക്ക് മുൻഗണന നൽകുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോട്ടിടിക്കുകയാണ്. വികസനമുരടിയും അഴിമതിക്കും പരിഹാരം ബിജെപി ഭരണമാണെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും അദ്ദേഹം തന്റെ ആത്മവിശ്വാസത്തോടെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കാനും അതിർത്തികൾ സുരക്ഷിതമാക്കാനും ബിജെപിയെ അധികാരത്തിൽ എത്തിക്കണം എന്നാണ് അമിത് ഷായുടെ പ്രധാന ആഹ്വാനം. ബംഗാൾ അതിർത്തികളിലൂടെ നടക്കുന്ന നുഴഞ്ഞുകയറ്റവും ബംഗാളിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. ഇപ്പോൾ 2 ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണിത്. രാജ്യത്തിന്റെ സംസ്കാരം സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ അതിർത്തികൾ അടയ്ക്കുന്ന ഒരു ദേശസ്നേഹമുള്ള സർക്കാർ നമുക്കിവിടെ ആവശ്യമുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മമതാ ബാനർജിക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്നും ബിജെപിക്ക് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ത്രിപുര, അസം, രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിൽ നുഴഞ്ഞുകയറ്റം എന്തുകൊണ്ടാണ് നിലച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. പശ്ചിമ ബംഗാളിൽ ജനസംഖ്യാപരമായ മാറ്റം വരുത്തുന്നതിനും വോട്ടുകൾ ശക്തിപ്പെടുത്തുന്നതിനും ഉള്ള മേൽനോട്ടത്തിലാണ് നുഴഞ്ഞുകയറ്റം നടക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പ് നുഴഞ്ഞുകയറ്റം തടയുന്നതിനും നുഴഞ്ഞുകയറ്റക്കാരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുമുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉണ്ടാവുക. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് മമത പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം അപലപിച്ചു. നമ്മൾ മുഗൾ കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? ആവശ്യമുള്ളപ്പോൾ എല്ലാം സുരക്ഷ നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ടിഎംസി MP അഭിഷേക് ബാനർജിയെയും മുഖ്യമന്ത്രി മമതയെയും ലക്ഷ്യമിട്ടാണ് അമിത് ഷാ ഇത് പറഞ്ഞത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിയുടെ പ്രകടനത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് 2026 പശ്ചിമ ബംഗാളിൽ മുന്നിൽ 2 ഭൂരിപക്ഷത്തോടെ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പാതയെക്കുറിച്ചും അദ്ദേഹം ഉദ്ധരിച്ചിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 17% വോട്ടുകളും 2 സീറ്റുകളും ലഭിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 38% വോട്ടുകളും 77 സീറ്റുകളും ലഭിച്ചു. 3 സീറ്റുകൾ മാത്രമുള്ള പാർട്ടി 5 വർഷത്തിനുള്ളിൽ 77 സീറ്റുകൾ നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് കേവലം 0-ലെത്തി. കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമായി.
ബംഗാളിലെ ജനങ്ങൾ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും TMCക്കും ഭരിക്കാൻ അവസരങ്ങൾ നൽകി. ഇപ്പോൾ BJPക്ക് ഒരു അവസരം നൽകേണ്ട സമയമാണിതെന്നും അമിത്ഷാ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇന്ത്യയിൽ മതപരമായി പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ അഭയാർത്ഥികളുടെയും BJP സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.